ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് നോക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനയില, പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ. നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മസാലപ്പൊടി കൂട്ടുണ്ടെന്ന് നോക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ആച്ചിയുടെ ചിക്കൻ മസാലയാണ് ഇടാൻ പോകുന്നത്. അത് കുറച്ച് ഇടാം കേട്ടോ. ഏകദേശം ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാലയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഈ പൊടികളൊക്കെ നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് കരിഞ്ഞ് പോകരുത്. ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇറക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കിയാൽ മതി. നമ്മുടെ പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാൻ ചൂടായി വന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട്. പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമ്മൾ. നമ്മളിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരണം. അതിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചിക്കനിലേക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും ഇടാം. ഗരം മസാലയാണ് കുറച്ച് ഇട്ട് കൊടുത്തത്. ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് കട്ടി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ ഇട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വെക്കാൻ മതി കേട്ടോ. പൊടി കരിഞ്ഞ് പോകുന്നുണ്ട്. പൊടിയുടെ പച്ചമണം ഇട്ടിട്ടുണ്ട്. കുറച്ച് ചൂട് വെള്ളം ഒഴിക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മൾ മസാല നന്നായി തിളയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ഗ്ലാസ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടില്ലാവില്ല. ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. വെന്തിട്ടില്ല. നമ്മുടെ വേവട്ടെ. നമുക്കത് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പാകത്തിന് വെള്ളവും ഒക്കെ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാണുമ്പോൾ നന്നായിട്ടുണ്ട്. കഴിച്ചെങ്ങനെയാണുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ. ചിക്കനൊക്കെ ഉണ്ട് നന്നായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല മസാലയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.